ശമ്പള വർധന ആവശ്യപ്പെട്ട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം തുടരുകയാണ്. നഴ്സുമാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ആശുപത്രികൾക്ക് മുന്നിലാണ് സമരം. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക, ഡ്യൂട്ടി ഷിഫ്റ്റിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നഴ്സ് സംഘടനയായ UNA-യുടെ നേതൃത്വത്തിൽ സമരം. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുന്നിലാണ് സമരം. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തിവരുന്ന രാപ്പകൽ സമരം 3-ാം ദിവസവും തുടരുകയാണ്. നഴ്സുമാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സ്വകാര്യ ആശുപത്രികൾക്ക് മുമ്പിലാണ് ഇപ്പോൾ അവർ സമരം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുമ്പിലാണ്. നിലയിൽ സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? അതെ, ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ബാക്കിയുള്ള ഹോസ്പിറ്റലുകളും അംഗീകരിച്ചു. ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രതികാര നടപടി എന്ന രീതിയിൽ ബേബി മാത്രമാണ് ഞങ്ങളുടെ കരാറുകളൊന്നും അംഗീകരിക്കാതെ ഞങ്ങൾ ഇന്നും തെരുവിലിരിക്കുന്നത്. അപ്പോൾ അത് നേടിയെടുക്കുന്നവരെ ഞങ്ങൾ എന്തായാലും ശക്തമായി ഇതുപോലെ തന്നെ സമരമായി മുന്നോട്ട് പോകാനാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ മാനേജിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്? ഞങ്ങൾ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് കോമ്പൻസേറ്റ് ചെയ്യുക, അതിനുള്ള എക്സ്ട്രാ അലവൻസ് തരിക എന്നുള്ളതും, അതേപോലെ ഒരു ഇൻക്രിമെൻറ്റ് സാലറിയിൽ നിന്നൊരു ഹൈക്ക് തരിക എന്നുള്ളതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതേപോലെ പേഷ്യൻ്റ് റേഷ്യോ, ആ കാര്യങ്ങളൊക്കെയാണ്. സമരം ശക്തമാക്കാനാണോ തീരുമാനം? സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇപ്പം മാനേജ്മെൻറ്റ് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പം ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാനേജ്മെൻറ്റ് പറയുന്നത് ഈ മിനിമം ശമ്പളം 40,000 രൂപയാക്കിയാൽ പല നഴ്സുമാർക്കും DA ഉൾപ്പെടെ 50,000 രൂപ മുതൽ 60,000 രൂപ വരെ ശമ്പളം കൊടുക്കേണ്ടി വരും. അത് അവരെയും കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് അതിൽ പറയാനുള്ളത്? ആക്ച്വലി നമ്മളിത് ഗവൺമെൻറ്റിന് മുന്നിലാണ് നമ്മൾ ബേസിക് സാലറി 40,000 എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയത്. അപ്പം ഗവൺമെൻറ് ഒരു കരട് വിജ്ഞാപനം പുറത്തിറക്കുകയും അതിനുശേഷം നമ്മൾ മാനേജ്മെൻറ്റായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ നമുക്ക് മാനേജ്മെൻറ്റായിട്ട് ചർച്ച ചെയ്ത് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ബേസിക് സാലറി 40,000 ആവുന്ന സമയത്ത് ഈ DA ബാക്കി അലവൻസസ് ഒക്കെ കുറയാണ് ചെയ്യുക. സമരവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? തീർച്ചയായിട്ടും നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇപ്പം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞങ്ങളുടെ വളരെ കുറച്ചുള്ള അംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ 3 ദിവസങ്ങളായിട്ട് രാപ്പകൽ സമരം എന്നുള്ളൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ രാത്രി വന്നവരിപ്പോൾ റൂമിലേക്ക് പോയി, വീടുകളിലേക്ക് പോയി, ഇനി അവർ റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ എല്ലാവരും സമരം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മുടെ നീതി ലഭിക്കുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മൊത്തമായിട്ട് നമ്മുടെ സംഘടനയുടെ തീരുമാനം. നിലവിൽ മാനേജ്മെൻറ്റ് ചർച്ചയ്ക്ക് വല്ലതും വിളിച്ചിട്ടുണ്ടോ? ഒഫീഷ്യലി ചർച്ചകളൊന്നും നടക്കുന്നില്ല. അൺഒഫീഷ്യലായിട്ടുള്ള ചില ടോക്കുകൾ മാത്രമേ വരുന്നുള്ളൂ. ഒഫീഷ്യൽ ചർച്ചകളൊന്നും ഇതുവരെ ആയിട്ടില്ല. മിനിമം ശമ്പളം 40,000 രൂപയാക്കുക, അതുപോലെ ഡ്യൂട്ടി ഷിഫ്റ്റിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളാണ് നഴ്സുമാർ മാനേജ്മെൻറ്റിന് മുമ്പിൽ വയ്ക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സമരം ശക്തമാക്കാനാണ് നഴ്സിംഗ് അംഗങ്ങളുടെ സംഘടനയായ UNA-യുടെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.